എല്ലാവരും സയൻസ് പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടില്ലേ? ആരും കൊണ്ടുവന്നിട്ടില്ല അല്ലേ? മനു, നിന്റെ പ്രോജക്റ്റ് എവിടെ? പ്രിപ്പയർ ചെയ്യാൻ അധികം ടൈം കിട്ടിയില്ല മാഡം, ഇന്ന് ക്ഷമിക്കണം. ഓക്കെ. എൻ്റെ ഇത്തവണത്തെ സയൻസ് പ്രോജക്റ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. ഞാൻ എൻ്റെ സയൻസ് പ്രോജക്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ് ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു. വെരി ഗുഡ് മനു, ശരിക്കും ഭംഗിയായി. ചേട്ടാ, ഇവൻ ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? എന്തോ മാജിക് ഉണ്ട്. അതിൻ്റെ പേരാണ് പഠിപ്പുര മാജിക്. ഇല്ല ടീച്ചർ, പഠിപ്പിന് നമ്മുടെ ജോലി എളുപ്പമാക്കി. എന്താ ടീച്ചറെ, വലിയ സന്തോഷത്തിലാണല്ലോ. ഞങ്ങൾ പഠിപ്പിനെ കുറിച്ച് സംസാരിക്കണം സർ. ശരിയാ ടീച്ചറെ, പഠിപ്പിന് വന്നത് പിന്നെ എനിക്ക് ഇതിന്റെ ആവശ്യമേ വന്നിട്ടില്ല. അത് അവിടെ ഇടാതെ കമ്പോസ്റ്റ് ബില്ലെങ്ങാനും കൊണ്ട്, അതാകുമ്പോ നാറ്റവും അടിക്കത്തില്ല, പിന്നെ നല്ല വളവും ആവും. ഈ മത്സരത്തിലെ അവസാനത്തെ റൗണ്ട് ആരംഭിക്കും. ആദ്യത്തെ ചോദ്യം, പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏത്? ലിസ്ബൺ. കറക്റ്റ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാ? യെസ്, കറക്റ്റ്. കുന്തലത എഴുതിയതായിരുന്നു. ഇത്തവണ ടീം ബി മനു രോഹിതും ഒന്നാമത്. ഇത്തവണത്തെ റിസൾട്ട് നോക്കട്ടെ. ജോബിൻ A+, ദേവിക A+, അനു നിനക്കും A+, ആൻഡ് മനു എല്ലാറ്റിനും A+. Congrats Manu, you are number 1. താങ്ക് യു മാം. പക്ഷെ ഞാനല്ല നമ്പർ 1. പഠിപ്പുര ഈസ് നമ്പർ 1. പഠിപ്പുര വിദ്യാർത്ഥികളുടെ പഠനത്തിനും സമഗ്രമായ വ്യക്തിത്വ വികാസത്തിനും മലയാള മനോരമയിൽ നിന്നൊരു സഹായി. പ്രോജക്റ്റുകൾ തയ്യാറാക്കാൻ, ഉയർന്ന മാർക്ക് നേടാൻ, ഒപ്പം സാമൂഹിക ബോധമുള്ളൊരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ പഠിപ്പുര. ജനറൽ നോളജ്, ശാസ്ത്രബോധം തുടങ്ങിയവ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കാനും ഭാവിയിൽ ഉയരങ്ങളിലെത്തിച്ചേരാനും പ്രാപ്തമാക്കുന്നു പഠിപ്പുര. വിദ്യാർത്ഥികളെ എവിടെയും ഒരുപടി മുന്നിൽ നിർത്താൻ പഠിപ്പുര മലയാള മനോരമയിൽ നിന്നും തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ